ഇടുക്കി ജില്ലയിലെ CPM നേതൃത്വം അഴിമതിക്കാരുടെ പിടിയിലമർന്ന അവസ്ഥയിലാണെന്ന് UDF ആരോപണം. കൈക്കൂലിക്കേസിൽ രണ്ടാം പ്രതി ചേർക്കപ്പെട്ട തൊടുപുഴ നഗരസഭാ ചെയർമാനെയും അഴിമതി നടത്തിയ അർബൻ ബാങ്ക് ചെയർമാനെയും സംരക്ഷിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുന്ന CPM ഇക്കാര്യം കൂടുതൽ ഉറപ്പിക്കുകയാണെന്നും കൂടുതൽ അഴിമതികൾ പുറത്തുവരും എന്നുള്ളതുകൊണ്ടാണ് ഇവരുടെ രാജി പാർട്ടി നേതൃത്വം ആവശ്യപ്പെടാത്തതെന്നും UDF നേതൃത്വം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അഴിമതി കേസിൽ പ്രതിയായ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജിനെയും ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് RBI നിയന്ത്രണം ഏർപ്പെടുത്തിയ തൊടുപുഴ അർബൻ ബാങ്ക് ചെയർമാൻ VV മത്തായിയെയും പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് UDF നേതൃത്വം പ്രത്യക്ഷ സമരത്തിന് ഒരുങ്ങുകയാണ്. ഇരുവർക്കുമെതിരെ അഴിമതി ആരോപണവും ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളും അടക്കം ഉയർന്നിട്ടും ഇതുവരെയും നടപടിയായിട്ടില്ലെന്നും CPM ജില്ലാ നേതൃത്വം ഇവരെ സംരക്ഷിക്കുകയാണെന്നും UDF നേതാക്കൾ ഇടുക്കി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. നഗരസഭയുടെ ചരിത്രത്തിലാദ്യമായി ഒരു മുനിസിപ്പൽ ചെയർമാൻ കൈക്കൂലി കേസിൽ രണ്ടാം പ്രതിയായി കക്ഷി ചേർത്തിരിക്കുകയാണ്. വളരെ ഗൗരവമുണ്ട്. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം വസ്തുതാപരമായിരുന്നു എന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ അഴിമതിയെ സംബന്ധിച്ച് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ കൈക്കൂലി മേടിക്കുന്ന രീതിയാണ്. വിവിധ മേഖലയിൽ ഇപ്പം നമ്മുടെ മുനിസിപ്പൽ സ്കൂളുകളുണ്ട്, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള സ്കൂളുകളുണ്ട്, പ്രവർത്തിക്കുന്ന നിരവധി സ്കൂളുകളുണ്ട്. ആ സ്കൂളുകളുടെ നിയമനം സംബന്ധിച്ച് നടന്നിട്ടുള്ള അഴിമതിയെ കുറിച്ചും കൂടി അന്വേഷിക്കണം. തൊടുപുഴ നഗരസഭാ ചെയർമാനെതിരെ ഉയർന്നിരിക്കുന്ന അഴിമതി ആരോപണം വസ്തുതാപരമാണെന്നും നഗരസഭാ പരിധിയിലെ സ്കൂളുകളിൽ അടക്കം നടത്തിയ താൽക്കാലിക നിയമനങ്ങളിലും ഫർണിച്ചർ വാങ്ങിയതിലും പാറക്കടവിലെ ഡംപിംഗ് യാർഡിലെ മാലിന്യങ്ങൾ തരംതിരിച്ച് സംസ്കരിക്കുന്നതിന് മെഷീൻ സ്ഥാപിച്ചതിലും അടക്കം ഇക്കാര്യം പ്രതിഫലിക്കുന്നുണ്ടെന്നും UDF നേതൃത്വം ആരോപിച്ചു. മുനിസിപ്പാലിറ്റിക്ക് സ്കൂളുകളിലേക്ക് ഫർണിച്ചറുകൾ മേടിച്ചിട്ടുള്ള സംഭവങ്ങളുണ്ട്. അത് വിശദമായി ഈ കേസിന്റെ ഭാഗമായി തന്നെ വിജിലൻസ് അന്വേഷിക്കണം. അതുപോലെ തന്നെ ഇവിടെ തെരുവ് കച്ചവടക്കാരെ, അനധികൃത തെരുവ് കച്ചവടക്കാരെ തലേ ദിവസം പ്രസ്താവന നടത്തി കുറെ കടകൾ പൊളിപ്പിക്കും. പിറ്റേ ദിവസം അവർ വീണ്ടും ആ സ്ഥലത്ത് തന്നെ തുടരും. ഇതിനിടയ്ക്ക് നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷിക്കണം. വളരെ ഗൗരവമുള്ള കേസാണ്. അതുപോലെ തന്നെ നമ്മുടെ കോൺട്രാക്ടർമാരിൽ നിന്ന് അത് എങ്ങനെയാണ് ഈ അഴിമതി പണം വീതം വെച്ച് പോകുന്നതിനെ സംബന്ധിച്ച് അന്വേഷിക്കണം. എല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തിൻ്റെ പാറക്കടവിലെ ഡംപിംഗ് യാർഡിൽ ഒരു അരിപ്പ കൊണ്ടുവച്ചിട്ട് അവിടെ ഒരു സംഭവം നടക്കുന്നുണ്ട്. അവിടുത്തെ മാലിന്യം സംസ്കരിക്കാനാണെന്നും പറഞ്ഞ് അരിക്കാനായിട്ട് ഒരു 3-4 പണിക്കാരുണ്ട്. കൈകൊണ്ടാണ് സാധനം പറക്കി മാറ്റുന്നത്. അരിപ്പിക്കാതിട്ട് 2,80,00,000 രൂപ മറ്റാണ് പ്രോജക്റ്റിന്റെ കോസ്റ്റ്. ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം. അവിടെ നടന്നിട്ടുള്ള അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കണം. നഗരസഭാ ചെയർമാനെ പ്രതിസ്ഥാനത്ത് നിന്നും ഒഴിവാക്കി സ്ഥാനം നിലനിർത്താൻ CPM നേതൃത്വം ഒത്താശ ചെയ്യുന്നതായും സനീഷ് ജോർജ് ചെയർമാനായി തുടർന്നാൽ നഗരസഭാ കൗൺസിൽ ചേരാൻ UDF കൗൺസിലർമാർ അനുവദിക്കില്ലെന്നും നേതൃത്വം വ്യക്തമാക്കി. ആളെ പിടിച്ചുവിട്ടും ഈ ഇര പിടിക്കാനായിട്ട് ആളെ നിർത്തിയിരിക്കുന്ന പോലെ ആളെ നിർത്തിയിരിക്കുക. ഒന്ന് മുനിസിപ്പാലിറ്റിക്കൂടെ ആരെങ്കിലും 4 പേര് 2-3 പ്രാവശ്യം ഒന്ന് കറങ്ങുമ്പോൾ അറിയാം അവൻ്റെ കാര്യം നടക്കാൻ വിഷമിച്ച് നടക്കുകയാണെന്ന് പറയാം. ഉടനെ അവനെ ചൂണ്ടിട്ട് പിടിച്ചിട്ട് ഒന്നെങ്കിൽ എഞ്ചിനീയർ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരെ അവരെ ഡീൽ ചെയ്ത് പൈസ കൊടുത്താലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് പൈസ കൊടുപ്പിക്കുക. ഇവിടെ ഏറ്റവും ഗൗരവമായിട്ടുള്ള സംഗതി എന്ന് പറഞ്ഞാൽ ഇപ്പം മുനിസിപ്പൽ ചെയർമാൻ തന്നെ പറഞ്ഞു അസിസ്റ്റന്റ് എഞ്ചിനീയർ അഴിമതിക്കാരനാണെന്ന് എനിക്കറിയാം. അദ്ദേഹത്തിന് കാശ് കൊടുത്താലേ കാര്യം നടക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ അടുത്ത് വന്ന കക്ഷിയോട്, സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു വന്ന കക്ഷിയോട് ഞാൻ കാശ് കൊടുത്തേക്കാൻ പറഞ്ഞു. അപ്പോൾ വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു സംഗതിയാണ് പുള്ളി പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ കീഴിലുള്ള വകുപ്പ് സെക്രട്ടറി കൈക്കൂലിക്കാരനാണോ? ഒരു കാര്യത്തിന് വേണ്ടി മുഖ്യമന്ത്രിയെ കാണാൻ വന്നാൽ ആ മുഖ്യമന്ത്രി വകുപ്പ് സെക്രട്ടറി അഴിമതിക്കാരനാണ്, അതുകൊണ്ട് അവിടെ നിങ്ങൾ കൊടുത്തേച്ച് കാര്യം നടത്തിക്കൊണ്ട് പൊക്കോളൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ഇത് വളരെ ഗൗരവമുള്ള സ്ഥിതിയാണ്. VV മത്തായിയുടെ പേരിലുള്ള അഴിമതി ആരോപണങ്ങളിൽ അന്വേഷണം നടത്താതെ പാർട്ടി നേതൃത്വം മത്തായിയെ സംരക്ഷിക്കുന്നതായും ബാങ്കിന്റെ ബോർഡ് ഓഫ് ഡയറക്ടറേറ്റിൽ ഉൾപ്പെടെ ഭിന്നത രൂക്ഷമായിട്ടും CPM ജില്ലാ നേതൃത്വം ഇക്കാര്യം അവഗണിക്കുകയാണെന്നും ഈ 2 അഴിമതി കേസിലും LDF ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് എമ്മിന്റെ പിന്തുണ ഉള്ളതായും UDF നേതൃത്വം കുറ്റപ്പെടുത്തി. ഇങ്ങനെ ഒരാളെ മുനിസിപ്പൽ ചെയർമാനായിട്ട് ഇരുത്തുക എന്ന് പറഞ്ഞാൽ തൊടുപുഴയുടെ അത് അന്തസ്സിനും അഭിമാനത്തിനും ഈ തൊടുപുഴയിലെ ജനങ്ങളുടെ സംസ്കാരത്തിനും ഒട്ടും യോജിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് രാജിവെക്കണം, അറസ്റ്റ് ചെയ്യണം, നടപടിയെടുക്കണം, മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യണം. പാർട്ടി, മാർക്സിസ്റ്റ് പാർട്ടിയും അദ്ദേഹത്തെ അവരെ പിന്തുണയ്ക്കുന്ന 2 ഘടകകക്ഷികളും കൂടെ ഉണ്ട്.
CPIയുടെ 2 കൗൺസിലർമാരുണ്ട്, കേരള കോൺഗ്രസ് എമ്മിന്റെ കൗൺസിലറുണ്ട്. അപ്പൊ ഇവരെല്ലാം ഇതിനകത്ത് ഇവരൊന്നും നിലപാട് പരസ്യമായി പറയുന്നില്ലെങ്കിൽ അവരും ഈ ഒത്തുകളിക്കും ഈ അഴിമതിക്കും ഈ അടിമത്തത്തിനും ഉടമയായിട്ടുള്ളവരാണെന്ന് നമ്മൾ പറയേണ്ടി വരും. മത്തായിട്ട് തികഞ്ഞ അഭിപ്രായ വ്യത്യാസമാണ് പോകുന്നവിടുത്തെ ബോർഡിലെ ഭൂരിപക്ഷം പേരും. പക്ഷേ CPMന്റെ ജില്ലാ സെക്രട്ടറി വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഒരു അക്ഷരവും വേണ്ട, ഒരു നടപടിയും വേണ്ട, ഒന്നും തീരുമാനിക്കേണ്ടെന്ന് ബോർഡിന് ഡയറക്ഷൻ കൊടുത്തിരിക്കുകയാണ്. അപ്പം ആ ബാങ്കും തകർന്നു പോകും. 125 വർഷത്തെ പാരമ്പര്യമുള്ള തൊടുപുഴയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സർവീസ് സഹകരണ ബാങ്ക്, പ്രൈമറി അർബൻ സഹകരണ ബാങ്കാണ്. ആ ബാങ്കും തകർച്ചയിലേക്ക് പോവുകയാണ്. ഇവിടെ ലക്ഷക്കണക്കിന് 100 കണക്കിന് ആളുകൾ അവിടെ ഡിപ്പോസിറ്റ് കിട്ടാതെ പിള്ളേരുടെ കല്യാണം നടത്താൻ പറ്റിയില്ല, ഒരു കാര്യത്തിന് ഒരു പൈസ എടുക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ് നിൽക്കുന്നത്. ഇതിനെതിരെ പ്രതികരിക്കണ്ടേ? ഇവിടുത്തെ നിങ്ങളൊക്കെ കൂടിയില്ലെങ്കിൽ പിന്നെ ആരാ ഇതിന് കൂടുന്നത്? എത്ര ഗൗരവമായ സ്ഥിതിയാണ്. ഈ ചെറിയ ഒരാളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് പിടിവാശി പിടിച്ചിട്ട് ആ ബാങ്കിനെ വീണ്ടും നശിപ്പിക്കുന്ന രീതിയിലേക്ക് പോകുന്നു. ഈ നേതൃത്വമായിട്ടിരുന്നുകൊണ്ട് ആ ബാങ്കിൽ ആരെങ്കിലും 10 പൈസ ഇടുവോ? തുറന്നാൽ തന്നെ ഇടുവോ? ആർക്കെങ്കിലും അവിടെ വിശ്വസിച്ച് അവിടെ ചെല്ലാൻ പറ്റുമോ? ഒരു സ്വർണ്ണപ്പണയത്തിനെങ്കിലും അവിടെ ചെല്ലാൻ പറ്റുമോ? അപ്പൊ ഇത്ര ഗൗരവമായിട്ടുള്ള 2 അഴിമതി കേസുകൾ ഇവിടെ ഉണ്ടായിട്ട് അത് രണ്ടും സംരക്ഷിക്കുന്ന, അല്ലെങ്കിൽ അവരെ രണ്ടുപേരെയും സംരക്ഷിക്കുന്ന നിലപാടാണ് CPM സ്വീകരിച്ചിട്ടുള്ളത്. UDF നിയോജക മണ്ഡലം കൺവീനർ NI ബെന്നി, സെക്രട്ടറി അഡ്വക്കേറ്റ് ജോസി ജേക്കബ്, GK നവാസ്, കൗൺസിലർമാരായ K ദീപക്, MA കരീം, സനു കൃഷ്ണൻ, അഡ്വക്കേറ്റ് ജോസഫ് ജോൺ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വരമാംഗല്യം ചന്ദ്രമുഖി വധുവായി നീ സ്വർണ്ണമയി, ശുഭമീ ബന്ധം ധന്യരാഗം Maharani Wedding Collections, the classic bridal world.